പ്രൈസ് ദി ലോർഡ്. ദൈവവചനം ധ്യാനിക്കുവാൻ ദൈവം തരുന്ന അവസരത്തിനായിട്ട് നന്ദി പറയുന്നു. എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനവും. നിങ്ങൾ ചെയ്യുന്ന ജോലി നിങ്ങൾക്കിഷ്ടമാണോ? ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി എന്താണെങ്കിലും അത് ഇഷ്ടമാണോ? അത് എൻജോയ് ചെയ്യുന്നുണ്ടോ? അല്ല, ഇതല്ല എനിക്ക് വേണ്ടി, കുറച്ചും കൂടെ നല്ലൊരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നതിൽ തെറ്റൊന്നുമില്ല അല്ലേ? എന്തുകൊണ്ടാണ് ഇപ്പം ചെയ്യുന്ന ജോലിയിൽ ഒരു തൃപ്തിക്കുറവ് തോന്നുന്നത്? ഇങ്ങനെ പല കാര്യങ്ങളുണ്ടാകാം. നമ്മളെല്ലാവരും ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് അല്ലേ? ഇന്നത്തെ എൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ ഇതാണ്: വർക്ക്, ജോലി അത് ഒരു ഭാരമാണോ അനുഗ്രഹമാണോ? ബേർഡൻ ഓർ ബ്ലെസ്സിങ്. വർക്ക്, ബേർഡൻ ഓർ ബ്ലെസ്സിങ്, അതാണ് എൻ്റെ മെസ്സേജിൻ്റെ ടൈറ്റിൽ. നമ്മളൊരു ബിബ്ലിക്കൽ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് വേദപുസ്തകം ജോലിയെക്കുറിച്ച് എന്തു പറയുന്നുവെന്ന് നമ്മളിന്ന് ചിന്തിക്കാൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 15-ാം വാക്യത്തിലാണ് മനുഷ്യൻ ആദ്യമായിട്ട് ജോലി ചെയ്യുന്നത് നമ്മൾ കാണുന്നത്. അത് മനുഷ്യൻ പാപം ചെയ്ത ശേഷമൊന്നും അല്ല. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ച് ദൈവത്തിൻ്റെ കൂടെ ആ ഒരു ഡിറക്റ്റ് ഫെലോഷിപ്പൊക്കെ അനുഭവിക്കുന്ന കാലം, ഏദൻ തോട്ടത്തിലായിരിക്കുന്ന കാലം, പാപമൊക്കെ അവിടെ പ്രവേശിക്കുന്നതിന് മുമ്പ്, നമ്മുടെ ഭാഷയിൽ എന്ന് പറഞ്ഞ ഒരു ഫോളൻ വേൾഡിലൊന്നുമല്ല, ഏദൻ തോട്ടത്തിലായിരുന്ന സമയത്ത് ഉൽപ്പത്തി 2:15 ഇങ്ങനെയാണ് പറയുന്നത്: യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിൽ വേല ചെയ്യുവാനും അതിനെ കാപ്പാനും അവിടെ ആക്കി. യഹോവയായ ദൈവം മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ഏദൻ തോട്ടത്തിലാക്കി. നമ്മൾ മാതാപിതാക്കളൊക്കെ കുഞ്ഞുങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കും അല്ലേ? ആദ്യമായിട്ട് LKG ചേർക്കുമ്പോഴൊക്കെ ചേർക്കുന്ന പോലെ ദൈവമാണ് ആദ്യമായിട്ട് മനുഷ്യനെ കൂട്ടിക്കൊണ്ടുപോയി ജോലി ചെയ്യാൻ അവിടെ ആക്കിയത്. എന്നാൽ ഇന്ന് നമുക്ക് പരിചയമുള്ള ചില ടേംസ് ഒക്കെ ഉണ്ട്. മൺഡേ ബ്ലൂസ് കേട്ടിട്ടുണ്ടോ? മൺഡേ ബ്ലൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച ആകുമ്പോഴത്തേക്ക് തോന്നുന്ന ഒരു പ്രത്യേക ക്ഷീണം, ഒരു പ്രത്യേക തളർച്ച. അയ്യോ, ജോലിക്ക് പിന്നെയും പോകണമല്ലോ, ആ ഒരു ഇതില്ലേ, പിന്നെയും റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു പ്രശ്നം. മൺഡേ ബ്ലൂസ് പിള്ളേർക്കും തോന്നാറുണ്ട്. അതായത് ഒരു ലീവ് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ജോലിയോട് തോന്നുന്ന ഒരു വിഷമം. ഓക്കെ, പക്ഷേ നമ്മൾ ബൈബിളിൽ നോക്കുമ്പോഴത്തേക്ക് ഏറ്റവും നല്ല ഒരു വർക്കിൻ്റെ മോഡൽ നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ കാണാം. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ഒരു വർക്ക് ചെയ്യുന്ന ദൈവത്തെ നമ്മൾ കാണുന്നുണ്ട്. അതുമാത്രമല്ല, ആ ജോലി ചെയ്ത ശേഷം ഉൽപ്പത്തി 2:3 തൻ്റെ സൃഷ്ടി അതെല്ലാം നടത്തിയ ശേഷം ഇങ്ങനെയാണ് കാണുന്നത്: താൻ സൃഷ്ടിച്ചുണ്ടാക്കിയ സകല പ്രവൃത്തിയിൽ നിന്നും അന്ന് നിവൃത്തനായതുകൊണ്ട് ദൈവം 7-ാം ദിവസത്തെ അനുഗ്രഹിച്ച് ശുദ്ധീകരിച്ചു. താൻ ചെയ്ത ജോലിയെല്ലാം നോക്കിയിട്ട് ദൈവം പറയുന്നൊരു വേർഡുണ്ട്: അത് നല്ലതെന്ന് കണ്ടു. തൻ്റെ പ്രവൃത്തി കണ്ട് സന്തോഷിച്ചു. ആ ജോലിക്ക് ശേഷം ഒരു റെസ്റ്റ് ഡേ ആയിട്ട് മാറ്റുന്നതും കാണുന്നു. സോ നമ്മൾ അവിടെ ഒരു റേഷ്യോ കാണുന്നുണ്ട്. 6 ദിവസം വർക്ക്, 1 ദിവസം റെസ്റ്റ്. 6:1 റേഷ്യോ അല്ലേ? എത്ര അനുഗ്രഹിക്കപ്പെട്ട ഒരു സിറ്റുവേഷൻ. എന്നാൽ നമ്മൾക്ക് ഇന്ന് കാണാൻ പലരിലും ജോലി ചെയ്യുമ്പം എല്ലാവരും സന്തുഷ്ടരൊന്നുമല്ല. അപ്പോൾ ചിലർ പറയും ജോലി കൂടുതൽ കൊണ്ടാണ്, ചിലർക്ക് ജോലി കുറവുള്ളത് കൊണ്ടാണ് അവർക്ക് സന്തോഷമായിട്ടിരിക്കാൻ പറ്റുന്നതെന്ന്. പക്ഷെ നമ്മളൊന്ന് ശരിക്കൊന്ന് ആലോചിച്ച് നോക്കിക്കേ, ആർക്കാ ശരിക്കും ജോലിയിൽ സന്തോഷിക്കാൻ പറ്റാത്തത്? അത് ചില കാറ്റഗറീസിലുള്ളവർക്ക്. അതായത് നല്ല ജോലിയായിരിക്കും, പക്ഷെ ആവശ്യത്തിൽ കൂടുതൽ ജോലി ചെയ്യേണ്ടി വരുന്നൊരു സാഹചര്യം വന്നാൽ അവർക്ക് സന്തോഷം ഉണ്ടാകാൻ വഴിയില്ല. അല്ലെങ്കിൽ ജോലി ചെയ്തിട്ടും ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടും അതിന് തക്ക ഒരു പ്രതിഫലം കിട്ടുന്നില്ലെങ്കിൽ സന്തോഷക്കുറവുണ്ടാകാം. ഇനി ജോലി ചെയ്തിട്ട് ആവശ്യത്തിന് വിശ്രമം കിട്ടുന്നില്ലെങ്കിലും സന്തോഷക്കുറവുണ്ടാകാം അല്ലേ? നമ്മൾ ഇന്ന് ബൈബിളിൽ നിന്ന് ആദ്യമായിട്ട് 3 ആസ്പെക്ട്സ് ഓഫ് വർക്ക് നോക്കാൻ പോവാം. വേദപുസ്തകത്തിൽ നിന്ന് ജോലിയെക്കുറിച്ചുള്ള 3 വശങ്ങൾ. എന്ത് ജോലിയും ആയിക്കൊള്ളട്ടെ. ജോലി എന്ന് പറഞ്ഞത് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് മനുഷ്യന് ജീവിക്കാൻ ആവശ്യമുള്ള ഒരു വഴി കണ്ടെത്തുക. ഓക്കെ, ആ ഒരു കാര്യത്തെയാണ് ജോലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. 3 ആസ്പെക്ട്സ് ഓഫ് വർക്ക്. ഒന്നാമത്തേത്, ജോലി ഒരു കടമയാണ്. ദ റെസ്പോൺസിബിലിറ്റി ഓഫ് വർക്ക്. മനുഷ്യന്
ദൈവം തന്നിട്ടുള്ള ഡ്യൂട്ടി, ഒരു കടമയാണ്. നമ്മൾ ആദ്യം ആ വാക്യം വായിച്ചല്ലേ, യഹോവയായ ദൈവമാണ് മനുഷ്യനെ ഏദൻ തോട്ടത്തിൽ അവിടെ കാപ്പാൻ, ജോലി ചെയ്യാൻ കൊണ്ടേ ആക്കുന്നത് അല്ലേ. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു ജോലി ചെയ്യുക എന്നുള്ളതല്ല, ജോലി ചെയ്യുക അതൊരു കടമയായിരുന്നു അല്ലേ. അപ്പം ആദ്യം ഓർക്കേണ്ട കാര്യം, എല്ലാ മനുഷ്യർക്കും ഒരു ഡ്യൂട്ടി ഉണ്ട്. ഞാൻ ആ ജോലി എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ഓഫീസിൽ പോയി വർക്ക് ചെയ്ത് അങ്ങനെ മാത്രമല്ല കേട്ടോ, പല രീതിയിലുള്ള ജോലിയുണ്ട്. നമുക്കിവിടെ ഇരിക്കുന്നവർക്ക് തന്നെ അറിയാം നമ്മൾ എന്ത് ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആദ്യം ഓർക്കേണ്ട കാര്യം എന്താ, ജോലി ഒരു റെസ്പോൺസിബിലിറ്റിയാണ്, എല്ലാ മനുഷ്യരുടെയും കടമയാണ്. പറഞ്ഞേ, കടമയാണത് ജോലി ചെയ്യുക എന്നുള്ളത്. രണ്ടാമത്തേത്, എല്ലാ ജോലിക്കും മൂല്യമുണ്ട്. ദ വാല്യൂ ഓഫ് വർക്ക്. ഒന്നും കൂടെ എൻ്റെ കൂടെ പറയാമോ? വാല്യൂ ഓഫ് വർക്ക്. ജോലിക്കൊരു എന്തുണ്ട്? മൂല്യമുണ്ട് അല്ലേ. ജോലിക്കൊരു മാന്യതയുണ്ട്. അതായത് ഏദൻ തോട്ടത്തിൽ ഒരു ജോലി ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നിന്ന് കൃഷിഫലങ്ങൾ കിട്ടുന്നു, അതിനൊരു മൂല്യമുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ പറഞ്ഞു എല്ലാ ജോലിക്കും മാന്യതയുണ്ടെന്ന് പറയുമ്പം നമ്മുടെയൊക്കെ സൊസൈറ്റിയിൽ ചില ജോലികൾക്ക് കൂടുതൽ മാന്യത നൽകുകയും ചിലത് മോശമാണെന്ന് കരുതുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. അതിപ്പോൾ വളരെ കുറഞ്ഞു വരികയാണ്. ഓക്കെ, അത് നല്ല കാര്യമാണ് കേട്ടോ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാ ജോലിക്കും അത് ഡിമാൻഡ് ചെയ്യുന്ന ചില സ്കിൽസ് ഉണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു മെഡിക്കൽ പ്രൊഫഷൻ എടുക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. മെഡിക്കൽ നോളജ് ഉണ്ടായിരിക്കണം, അവർക്ക് പേഷ്യൻസ് ഉണ്ടായിരിക്കണം, ക്ഷമയുണ്ടായിരിക്കണം, മറ്റുള്ളവരുടെ വേദനകൾ മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കണം അല്ലേ. അതിന് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഒരു എഞ്ചിനീയറിനാണെങ്കിൽ ടെക്നിക്കൽ സ്കിൽസ് ആർജിക്കേണ്ടതുണ്ട് അല്ലെ, അനലിറ്റിക്കൽ സ്കിൽസ് വേണം, അതിന് ഒരു ഡിമാൻഡുണ്ട്. അതുപോലെ ഇപ്പം ക്രിയേറ്റീവ് വർക്ക്സ് ചെയ്യുന്നവരുണ്ട്. ഉദാഹരണത്തിന് പാട്ട് കമ്പോസ് ചെയ്യുന്നവർ, എഴുത്തുകാർ, അല്ലെങ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ, അതൊക്കെ ക്രിയേറ്റീവ് വർക്കുകളാണ്. ആർക്കിടെക്ട്സ്, ഇൻറ്റീരിയർ ഡിസൈനേഴ്സ്. സോ അതിനൊരു സ്കില്ല് ആവശ്യമുണ്ട്. ഇനി മാനുവൽ ലേബർ, കൈകൊണ്ട് അധ്വാനിക്കുന്ന, അവർക്ക് ആ ശാരീരിക ബലം ആവശ്യമുണ്ട്, അതിനും ഒരു സ്കില്ല് വേണം അല്ലേ. വീട്ടു ജോലികൾ ചെയ്യുന്നവർ, അതിനും ഒരു സ്കില്ല് വേണം, അതിനുള്ളൊരു കഴിവും വേണം അല്ലേ. ഇനി ടീച്ചിങ് പ്രൊഫഷൻ ആണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. സോ എല്ലാ ജോലിക്കും നമ്മൾ മനസ്സിലാക്കുക, അതിനൊരു സ്കില്ല് ആവശ്യമാണ്. എല്ലാ ജോലിക്കും മാന്യതയുണ്ട്. ഒരാൾക്കൊരു കഴിവുള്ളത് കൊണ്ടാണ് അയാൾ ആ പെർട്ടിക്കുലർ ജോലി ചെയ്യുന്നതെന്ന് ഓർക്കുക. അപ്പം ജോലി ഒരു കടമയാണ്, ജോലിക്ക് മൂല്യവുമുണ്ട്. ഓക്കെ, മൂല്യമില്ലാത്ത ഒറ്റ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു ജോലി ചെയ്യാതെ മടി പിടിച്ചിരിക്കുക മാത്രമാണെന്നും നമ്മൾ ഓർക്കുക. മൂന്നാമത്തെ കാര്യം, ജോലിക്ക് സന്തോഷമുണ്ട്. ദ ജോയ് ഓഫ് വർക്ക്. ജോലി ചെയ്യുമ്പോൾ സന്തോഷം കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കർത്താവ് തന്നെ തൻ്റെ സൃഷ്ടി നടത്തിയിട്ട്, ഓ ഇത് നല്ലത്, ഇറ്റ് ഈസ് ഗുഡ് ക്രിയേഷൻ നടത്തിയിട്ട് അല്ലേ, അതിനൊരു സന്തോഷമുണ്ട്. പിന്നെ ജോലി ചെയ്യുമ്പോൾ ശമ്പളം കിട്ടുമ്പോൾ സന്തോഷമില്ലേ, പൈസ കയ്യിലോട്ട് വരുമ്പം. അതൊരു വാല്യൂ അതിനുള്ളത് കൊണ്ടാണ്, അതിനൊരു സന്തോഷമുണ്ട്. നമ്മുടെ കാര്യങ്ങൾ നടത്തുവാൻ നമുക്ക് ഉള്ള ഇത് കിട്ടുന്നു, നമ്മളത് ഓർത്തിരിക്കുക. ഇനി ചിലവർക്ക് സന്തോഷം കിട്ടാത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു പക്ഷേ അവർ ആഗ്രഹിച്ച ജോലി ആ സമയത്ത് ചെയ്യാത്തത് കൊണ്ടായിരിക്കാം. നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ചിന്തിക്കാം, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെയാണ് നമ്മൾ അനലൈസ് ചെയ്യേണ്ടത്, ജോലിയുടെ പ്രൈമറി ഉദ്ദേശം എന്തായിരുന്നെന്ന്. അതിലോട്ട് വരുന്നതിന് മുമ്പ് ജോലിയെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പം രണ്ട് പ്രശ്നങ്ങളുണ്ട് ഈ ജോലിക്ക്. രണ്ട് എക്സ്ട്രീംസിൽ പോയാലും ജോലിക്ക് പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറഞ്ഞുതരാം. ആദ്യത്തേതെന്ന് പറയുന്നത്, ജോലി ഒരു അഡിക്ഷൻ പോലെ ആകുന്നവരുണ്ട്. അതിന് പറയുന്നൊരു പേരുണ്ട്, വർക്കഹോളിസം. വർക്കഹോളിസം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആൽക്കഹോളിസം കേട്ടിട്ടുണ്ടല്ലേ, എന്താ മദ്യത്തിന് അടിമയായിട്ട് തീരുക. വീഡിയോ ഹോളിസം ഉണ്ട്, ഇപ്പം വീഡിയോ ഗെയിംസിനൊക്കെ അഡിക്റ്റഡ് ആയിട്ട് തീരുക. ഇപ്പം സോഷ്യൽ മീഡിയ ഹോളിസം ഉണ്ട്, അതായത് അതിനൊക്കെ അഡിക്റ്റ് ആയിട്ട് തീരുക. അതായത് അതില്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല എന്നുള്ളൊരു, അതിലാണ് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ കണ്ടെത്തുന്ന ഒരവസ്ഥ. അതായത് ഈ വർക്കഹോളിക് ആകുന്ന ജോലിയോട് അമിത ആത്മാർത്ഥതയുള്ളതിനെ അല്ലാട്ടോ ഇത് പറയുന്നത്. എങ്ങനെയായിരുന്നു നമ്മൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അവർക്ക് വർക്ക് ചെയ്യാതെ ഇരിക്കാനായിട്ട്, അതായത് വർക്കിനൊരു സമയമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, 6 ദിവസം വർക്ക് ചെയ്ത് ദൈവം 7-ാം ദിവസത്തെ റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി. അതുപോലും പറ്റാതെ വർക്ക് എന്ന് പറയുന്നത് അവർക്ക് അതില്ലാതെ ഒരു മുമ്പോട്ട് പോകാത്ത പോലത്തെ ഒരു അവസ്ഥ വരിക. അല്ലെങ്കിൽ അവർ
സ്വന്തം ആരോഗ്യത്തെ നെഗ്ലക്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥ വരിക. ആരോഗ്യം പോയാലും പ്രശ്നമില്ല, എനിക്ക് ജോലി ചെയ്യണം എന്നുള്ളൊരു ഒരു അഡിക്ഷനിലോട്ട് വരിക. അല്ലെങ്കിൽ ബന്ധങ്ങൾ, അതായത് പ്രൈമറി ആയിട്ട് ദൈവം തന്നിട്ടുള്ള ചില ബന്ധങ്ങളുണ്ട്, ആ ബന്ധങ്ങൾക്ക് പോലും സമയം കൊടുക്കാൻ പറ്റാത്ത വിധത്തിൽ വർക്കിലോട്ട് പോവുക. ഇതൊക്കെ വർക്കഹോളിസത്തിൻ്റെ ലക്ഷണങ്ങളാണ്. അതുപോലെ തന്നെ ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യുക, അതും ചില സന്ദർഭങ്ങളിൽ ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്യേണ്ടത് ആവശ്യമായിട്ട് വരാറുണ്ട്. അതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷെ ആവശ്യമില്ലെങ്കിൽ പോലും കണ്ടിന്യൂസ് ആയിട്ട് സ്വന്തം ശരീരത്തെ നശിപ്പിച്ചുകൊണ്ട് അങ്ങനെ വർക്ക് ചെയ്യുക, ഹെൽത്ത് ഡിക്ലൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനത്തെ ആ ഒരു അവസ്ഥേനെയാണ് വർക്കഹോളിസം എന്ന് പറയുന്നത്. അത് പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ, ഞാൻ ഒരു രാജ്യത്തെ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു ജാപ്പനീസ് ടേമാണ് കരോഷി എന്ന് പറയും. ഈ ജപ്പാൻകാർക്കൊരു പ്രത്യേകതയുണ്ട്. അവർക്ക് ഏറ്റവും ലോകത്തിൽ ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു ജനതയാണ്. അതിൻ്റെ കുറേ അഡ്വാൻറ്റേജസ് ആ രാജ്യത്തിനുണ്ട്. നമുക്കറിയാം, 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞ് ആണവ ബോംബും വീണ് തകർന്ന് തരിപ്പണമായ എക്കണോമിയിൽ നിന്ന് ജപ്പാൻ എന്ന് പറഞ്ഞ കൺട്രി എങ്ങനെ ഉയർന്നു വന്നതെന്ന് നമുക്കറിയാം. അത് അവരുടെ ഒരു ആ ജോലി ചെയ്യാനുള്ള ആത്മാർത്ഥതയിൽ നിന്നുണ്ടായി വന്ന ഒരു കാര്യമാണ്. എന്ത് ചെയ്താലും ഒരു പെർഫെക്ഷൻ. പക്ഷേ പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വർക്ക് അവർക്ക് ഏറ്റവും വലിയൊരു കാര്യമായി തീർന്നിട്ട് ജപ്പാനിൽ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആളുകൾക്ക് അത് മാത്രം വർക്ക് എന്നുള്ള ഇത് കാരണം ഈ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെയൊക്കെ അവസാനമൊക്കെ ആയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വളരെ യങ് ആയിട്ടുള്ള ആൾക്കാർ തന്നെ ജോലി സ്ഥലത്ത് പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് വന്ന് വീണ് മരിക്കുക, സ്ട്രോക്ക് വന്ന് മരിക്കുക, സൂയിസൈഡ് ചെയ്യുക. ഇതിനൊരു ടേം ജാപ്പനീസ് ഭാഷയിലുണ്ട്, കരോഷി എന്ന് പറയും. കരോഷി എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മരിച്ചു പോവുക. അത് യങ് ആയിട്ടുള്ളവരൊക്കെ മരിച്ചു പോവുക, പെട്ടെന്ന് ജീവൻ എടുക്കുക. അതായത് ഇവരുടെ ഒരു പ്രശ്നം കണ്ട എന്നാന്ന് പറയാ, ലീവ് എടുക്കത്തേ ഇല്ല, എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കണം. വർക്കിംഗ് ടൈം കഴിഞ്ഞാലും അവിടുന്ന് പോകാതെ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അത് കഴിഞ്ഞിട്ട് ജാപ്പനീസ് ഗവൺമെൻറ്റിന് ഇവരെ ജോലി ചെയ്യിപ്പിക്കുന്നതിൽ നിന്ന് കുറയ്ക്കാനുള്ള മെഷേഴ്സ് എടുക്കേണ്ടി വന്നു. അതായത് അവധി കൊടുത്താൽ അവർക്ക് സമ്മാനം കൊടുക്കുന്ന രീതിയിലോട്ട്. നമ്മുടെ ഇവിടെയാണെങ്കിൽ നേരെ തിരിച്ചായിരിക്കും. ഇവർ അവധി എടുക്കത്തില്ല, പണി ചെയ്തുകൊണ്ടേ ഇരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് മാറി. ഇന്ന് പക്ഷേ ഗവൺമെൻറ് അതിനുള്ള മെഷേഴ്സ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പക്ഷേ നമ്മുടെ ഇടയിൽ കരോഷി അങ്ങനെ വ്യാപകമൊന്നും അല്ലെങ്കിലും അങ്ങനെ ഉള്ളവരുണ്ട്, വർക്കഹോളിസം. പക്ഷേ ഇത് ഒരു വശമായിരിക്കുമ്പോൾ മറ്റൊരറ്റമുണ്ട് കേട്ടോ, ലേസിനെസ്. അത് നമുക്ക് അറിയാവുന്ന, കുറച്ചും കൂടെ നമ്മുടെ നാട്ടിലൊക്കെ പരിചയമുണ്ട്, മടി പിടിക്കുക. അതായത് ജോലി ചെയ്യാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ ഒരു കാരണം കണ്ടുപിടിക്കാം. ഓക്കെ, സദൃശ്യവാക്യത്തിൽ 6-ാം അധ്യായം 6-ാം വാക്യത്തിൽ ആ പേര് വിളിച്ചുകൊണ്ട് തന്നെ വചനം എങ്ങനെ പറയുന്നു, മടിയാ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക. അതായത് മടി പിടിച്ചിരിക്കുക. അതായത് ഒരു ചിന്തയുമില്ലാതെ, തനിക്ക് വേണ്ടി കരുതത്തില്ല, തൻ്റെ ചുറ്റുമുള്ളവർക്ക് വേണ്ടി കരുതത്തില്ല, എപ്പോഴും കിടന്നുറങ്ങാൻ ഇഷ്ടപ്പെടുക, മടി പിടിച്ചിരിക്കുക. ഇതൊരു മറ്റൊരു എക്സ്ട്രീമാണ്, ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. അതിൻ്റെ വഴികൾ, ഓക്കെ, മടിയാ ഉറുമ്പിൻ്റെ അടുക്കൽ ചെല്ലുക, അതിൻ്റെ വഴികളെ നോക്കി ബുദ്ധി പഠിക്കുക. സദൃശ്യവാക്യത്തിൽ ഓർപ്പിക്കുക, അതിന് നായകനും മേൽവിചാരകനും അധിപതിയുമില്ലാതിരുന്നിട്ടും വേനൽക്കാലത്ത് തൻ്റെ ആഹാരം ഒരുക്കുന്നു, കൊയ്ത്തുകാലത്ത് തൻ്റെ തീൻ ശേഖരിക്കുന്നു. എത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ് ഭാവിക്ക് ഇന്നത്തേക്കും കരുതണം, ഭാവിക്ക് വേണ്ടിയും കരുതേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് വേദപുസ്തകം നമ്മളെ ഓർപ്പിക്കുന്നതെന്ന് നമ്മൾ ഓർക്കുക കേട്ടോ. അപ്പം ഈ 2 എക്സ്ട്രീംസിൽ പോയാലും പ്രശ്നമാണ്. വർക്കഹോളിസവും പ്രശ്നമാണ്, ഒട്ടും ജോലി ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്നതും പ്രശ്നമാണ്. ഇനി ഇത് ഈക്വലി ആപ്ലിക്കബിൾ ആണ് ചേർച്ചിൻ്റെ അകത്തിരിക്കുന്നവർക്കും പുറത്തിരിക്കുന്നവർക്കും, അല്ലേ? ഇനി ആര് ജോലി ചെയ്യണം? ഞാൻ പറയും, ജോലി ചെയ്യാൻ പ്രാപ്തിയുള്ളവരെല്ലാം ജോലി ചെയ്യണം. ഞാൻ ഒരു യഹൂദന്മാരുടെ ഇടയിൽ, ഏൻഷ്യൻ ഹീബ്രൂസിൻ്റെ ഇടയിൽ തന്നെ ഉണ്ടായിരുന്നൊരു കാര്യം പറയാം. അവർ വളരെ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനൊപ്പം തന്നെ ഒരു കൈത്തൊഴിലും അഭ്യസിപ്പിക്കുമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും തൻ്റെ വളർത്തു പിതാവായ തച്ചനായ യോസഫിൻ്റെ മകനായിരുന്നു. തച്ചനായിട്ട് ജോലി ചെയ്തിരുന്നു, അല്ലേ? അത്
ഏറ്റവും മാന്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് യഹൂദന്മാരുടെ ഇടയിൽ കണ്ടത്. ചെറുപ്പത്തിൽ തന്നെ ജോലി ചെയ്യുന്നതാണ്. ഇനിയും ജെൻഡർ വ്യത്യാസം ഉണ്ടോ? ആർക്കൊക്കെ ജോലി ചെയ്യാം അല്ലേ? ആൺകുട്ടികൾ, പെൺകുട്ടികൾ, വലിയവർ എല്ലാവരും ചെയ്യേണ്ട കാര്യമാണ് ജോലി എന്ന് പറയുന്നത്. നമ്മളുടെ ഇപ്പോഴത്തെ ഒരു കൾച്ചർ, ഈ സൊസൈറ്റിയിൽ നമ്മൾ പഠിക്കാനൊരു ഇത് എടുക്കുന്നുണ്ട്. പഠിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം തന്നെ എന്താ? ഒരു ജോലിയിലേക്ക് ഇവർ പ്രവേശിക്കുക എന്നുള്ളതാണ്. അതായത് സ്വയമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ പറ്റണം, ആർക്കും ഭാരമാകാതെ ജീവിക്കാനായിട്ട് പറ്റണം അല്ലേ? ഇനിയും അപ്പം ഒരു ചോദ്യം വരാം, ആണുങ്ങൾ മാത്രം ജോലി ചെയ്താൽ പോരെ, പെണ്ണുങ്ങൾ ജോലി ചെയ്യണോ? നമ്മൾ മനസ്സിലാക്കുക, ഈ വീട്ടുജോലികൾ, ഹൗസ് ഹോൾഡ് ചോഴ്സ് നമ്മൾ പറയുന്ന അതും ഒരു ജോലി തന്നെയാണ് കേട്ടോ. അത് ജോലി നമ്മൾ അതിന് എന്താ പറയുന്ന ഓക്കെ, കുക്കിങ്ങിന് അത് നമ്മൾ കുക്ക് ചെയ്യുന്നതിന് പുറത്തുനിന്ന് ഒരാളെ വെച്ച് നോക്കുമ്പോൾ അറിയാം അതിൻ്റെ വാല്യൂ എന്തോരം ഉണ്ടെന്നല്ലേ? വീട് ക്ലീൻ ചെയ്യിക്കാൻ പുറത്തുനിന്ന് ഒരാളെ വെച്ച് നോക്കിയാൽ ആ വീട്ടിൽ എന്തോരം ജോലി അവർ ചെയ്തിട്ടുണ്ടെന്നറിയാം. വീട്ടിലെ അപ്പനെ അമ്മയെ നോക്കേണ്ട ജോലി ചെയ്യുന്ന വീട്ടിൽ ആ വീട്ടിലത്തെ സ്ത്രീയാണ് അത് ചെയ്യുന്നത്. പുറത്തുനിന്നൊരു ഹോം നേഴ്സിനെ വെച്ച് നോക്കി വാല്യൂ ചെയ്ത് നോക്കുക. പലപ്പോഴും അത് ശമ്പളം കൊടുക്കാത്തത് കൊണ്ട് അത് ജോലിയായിട്ട് കൺസിഡർ ചെയ്യപ്പെടാതെ പോകുന്നത് സങ്കടകരവുമാണ്. നമ്മൾ മനസ്സിലാക്കുക. പക്ഷേ ഈ കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരാളെ വെച്ച് കുഞ്ഞിനെ നോക്കുമ്പോൾ അറിയാം എത്ര അതിനുള്ള ഒരു വാല്യൂ ഉണ്ടെന്നല്ലേ? അപ്പം അത് വീട്ടുജോലികൾ. പക്ഷേ ഇന്നത്തെ സാഹചര്യങ്ങളൊക്കെ മാറി. ആണുങ്ങളും പെണ്ണുങ്ങളും എല്ലാം നമ്മുടെ സൊസൈറ്റിയിൽ പുറത്ത് ജോലിക്ക് പോകുന്നുണ്ടല്ലേ? പണ്ട് കാലത്തൊക്കെ ചില ഈ സിനിമയിലെ ഡയലോഗ് കേട്ടിട്ടില്ലേ? പെണ്ണുങ്ങൾ പുറത്ത് ജോലിക്ക് പോയിട്ട് കുടുംബം കഴിയേണ്ട ഗതി തറവാടില്ല എന്നൊക്കെ ഇങ്ങനെ വലിയ ഗമയായിട്ട് പറയും. പക്ഷേ അന്ന് ഒക്കെ അതായത് സ്ത്രീകൾ പുറത്തു പോയി ജോലി ചെയ്യുന്നത് മോശമായിട്ട് കരുതിയിരുന്നു. പക്ഷേ പ്രോവർബ്സ് സദൃശ്യവാക്യത്തിൽ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 31-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്, ഉത്തമയായ സ്ത്രീ. അവളെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്? അവൾ ആട്ടുരോമവും ചണവും സമ്പാദിച്ച് താല്പര്യത്തോടെ കൈകൊണ്ട് വേല ചെയ്യുന്നു. ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ലേഡിയാണ് നമ്മൾ അവിടെ കാണുന്നത്. അവൾ കച്ചവട കപ്പൽ പോലെയാകുന്നു, ദൂരത്ത് നിന്ന് ആഹാരം കൊണ്ടുവരുന്നു. ഇന്ന് നമ്മൾ കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിലെ ജോലികളും എല്ലാവരും ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ പറയട്ടെ, ഇത് നമുക്ക് ഇങ്ങനെ ആയിരിക്കണം എന്ന് പറയുന്നതിനേക്കാളും ഓരോ കുടുംബത്തിൻ്റെ സാഹചര്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ചോദിക്കേണ്ട ഒറ്റ ചോദ്യം നമ്മളോട് തന്നെ, നമ്മളിപ്പം ജീവിക്കുന്ന സമയത്ത് നമ്മൾ പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരു ജോലി ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ചോദിക്കേണ്ടത് ആവശ്യമാണ് കേട്ടോ. ഇനി നമ്മൾ ബൈബിളിൽ നോക്കിയാൽ തന്നെ യേശു കർത്താവിൻ്റെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്തിരുന്നത്, ലൂക്കോസ് എഴുതിയ സുവിശേഷം 8-ാം അധ്യായത്തിൽ മഗ്ദലനക്കാരത്തി മറിയ, സൂസന്ന അല്ലേ, അങ്ങനത്തെ ചില സ്ത്രീകളെ കുറിച്ച് കാണുന്നുണ്ട്, യേശുവിൻ്റെ മിനിസ്ട്രിയെ സപ്പോർട്ട് ചെയ്തവർ. അതുപോലെ കൊരിന്ത്യൻ ലേഖനത്തിൽ ക്ലോവയുടെ ആൾക്കാരെന്ന് പറയുന്നത്, ക്ലോവ എന്ന് പറഞ്ഞൊരു ബിസിനസ് ലേഡി, മോസ്റ്റ് പ്രോബബ്ലി ഒരു എക്സ്പോർട്ട് ബിസിനസ് പോലത്തെ നടത്തിയിരുന്ന ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. അതുപോലെ നമ്മൾ ലുദിയായെ കാണുന്നുണ്ട്, തുയത്തൈര പട്ടണക്കാരിയായ രക്താംബരം വിൽക്കുന്ന ഫാഷൻ ഡിസൈനറായിട്ടുള്ളൊരു സ്ത്രീ അല്ലേ. അതുപോലെ അപ്പം നമ്മൾ മനസ്സിലാക്കുക പ്രിസ്കില്ല എന്ന് പറയുന്ന ഒരു ബൈബിൾ ടീച്ചറായിട്ട് നമുക്കറിയാം. പക്ഷെ അപ്പം തന്നെ മനസ്സിലാക്കുക അവരൊരു ടെൻ മേക്കർ ആയിരുന്നു, കൂടാരപ്പണി ചെയ്തിരുന്ന സ്ത്രീയുമായിരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കുക, ഓരോ വീടിൻ്റെ സാഹചര്യവും അനുസരിച്ച് നമ്മൾ ജോലി ചെയ്യേണ്ടതാണ്. അത് ഇപ്പം ഒരാൾ വർക്ക് ചെയ്യണോ, പുറത്തുപോയി വർക്ക് ചെയ്യണോ, അതോ വീട്ടിലെ കാര്യം ആ സമയത്ത് ചിലപ്പോൾ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴൊക്കെ വീട്ടിൽ അമ്മയുടെ പ്രസൻസ് ആവശ്യമുള്ള ചില സാഹചര്യങ്ങൾ, ചിലപ്പം ഗ്രാൻഡ് പേരൻസ് ഉള്ള വീട്ടിൽ ആ സ്ത്രീക്ക് പുറത്തു പോയി ജോലി ചെയ്യുക പോസിബിൾ ആയിരിക്കും. അത് ഓരോ കുടുംബങ്ങളാണ് അത് തീരുമാനിക്കേണ്ടത്. ഇനി നമുക്ക് നോക്കാം, വൈ ഡു വി വർക്ക്? എന്തിനാണ് ജോലി ചെയ്യേണ്ടതെന്ന് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം വേദപുസ്തകത്തിൽ നിന്ന് തന്നെ. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, വർക്ക് ടു സപ്പോർട്ട് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് വർക്ക് ടു സപ്പോർട്ട് യുവർ സെൽഫ് അല്ലേ. നമ്മൾക്ക് തന്നെ നമ്മൾ ചെലവിന് നൽകണം അല്ലേ, ആർക്കും ഭാരമാകാതിരിക്കാൻ. സപ്പോർട്ട് യുവർ സെൽഫ് ആൻഡ് യുവർ ഫാമിലി. നിങ്ങളുടെ ആ കുടുംബത്തിനും സപ്പോർട്ട് ചെയ്യുന്ന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത് വേദപുസ്തകം എന്താ നമുക്ക് പറയുന്നതെന്ന് നോക്കാമേ. നമുക്ക് ലേഖനങ്ങൾ നമ്മൾ മനസ്സിലാക്കുക, പുതിയ നിയമത്തിലെ ലേഖനങ്ങൾ എന്ന് പറയുന്നത് ചേർച്ചസിന് കൊടുത്തിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ്. പുതിയ നിയമ കാലഘട്ടത്തിൽ ഉണ്ടായി വന്ന സഭകൾക്ക് കൊടുത്ത നിർദ്ദേശങ്ങളാണ്. അതിൽ
1 തെസ്സലോനിക്കർ 4-ാം അധ്യായം 11-12 വാക്യങ്ങൾ ഇവിടെ കാണിക്കും. നിങ്ങൾക്ക് അത് കൂടെ വായിക്കാം. 1 തെസ്സലോനിക്കർ 4:11-12 ഞാൻ വായിക്കാവേ. അപ്പോസ്തലനായ പൗലോസ് പറയുന്ന വാക്കുകളൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾക്ക് ഒരു ക്രിസ്തുവിൻ്റെ ശിഷ്യൻ എന്ന രീതിയിൽ ജോലിയെ നമ്മൾ എങ്ങനെ കാണണം എന്നുള്ളത് അവിടെ പറയുന്നുണ്ട്. പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും വേണ്ടി ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ അടങ്ങിപ്പാർപ്പാനും സ്വന്തം കാര്യം നോക്കുവാനും സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം എന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. അവർക്ക് കൊടുത്ത ക്ലിയർ ഇൻസ്ട്രക്ഷനാ. എന്തൊക്കെയാണ്? പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാൻ. അതായത് പുറത്തുള്ളവർ കണ്ടിട്ട് അയ്യേ ഇങ്ങനെയാണോ ഇവരെന്ന് ചോദിക്കാതിരിക്കാനായിട്ട്. അതിനും വേണ്ടി മാത്രമല്ല, രണ്ടാമത്തെ കാര്യം ശ്രദ്ധിച്ചോ, ഒന്നിനും മുട്ടില്ലാതിരിപ്പാൻ. നമ്മൾക്ക് ജീവിതത്തിൽ ആവശ്യങ്ങളുണ്ടല്ലേ? നമ്മൾക്ക് ജീവിക്കാനായിട്ട് ഭക്ഷണം വേണം, ഡ്രസ്സ് വേണം, വീട് വേണം, കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം, അവരെ ഒരു നിലയിലാക്കണം, അല്ലെ? ഒത്തിരി ഉത്തരവാദിത്വങ്ങളുണ്ട്. പേരൻസ് നമ്മുടെ ഇടയിൽ രോഗികളായിട്ടുണ്ടെങ്കിൽ അവരെ നോക്കണം. അപ്പം അതിനൊക്കെ എന്താവശ്യമുണ്ട്? പൈസ ആവശ്യമുണ്ട്, അല്ലേ? അപ്പം ജോലി ചെയ്യുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഒന്നിനും മുട്ടില്ലാതിരിക്കാൻ വേണ്ടിയാണ്. നമ്മുടെ ആവശ്യങ്ങൾ നടത്തണം. നമുക്ക് ഒന്നിനും മുട്ടില്ലാതിരിപ്പാനും ഞങ്ങൾ നിങ്ങളോട് ആജ്ഞാപിച്ചതുപോലെ. അതൊരു കമാൻഡായിരുന്നു, അല്ലേ? എല്ലാവരും ജോലി ചെയ്ത്, അതായത് വീടുകളിൽ കാര്യങ്ങൾ നടത്താൻ ബുദ്ധിമുട്ടില്ലാതിരിക്കാൻ ജോലി ചെയ്യണം, അല്ലേ? എന്നിട്ട് അവരോട് പറയാണ് അടങ്ങിപ്പാർപ്പാനും. അടങ്ങിപ്പാർക്കുക, അത് ഇംഗ്ലീഷിൽ കുറച്ചും കൂടെ ക്ലിയർ ആ, ടു മൈൻഡ് യുവർ ഓൺ ബിസിനസ്, അല്ലേ? ചിലപ്പോൾ ഇങ്ങനെ, അതായത് ഈ മറ്റേ വീട്ടിലെ കാര്യം നോക്കി, അതായത് ജോലി ചെയ്യാതിരിക്കുമ്പോൾ സമയം കൂടുതൽ കിട്ടുമല്ലോ. അപ്പം വേറെ ആൾക്കാരുടെ കാര്യത്തിലും ഇടപെട്ട് വെറുതെ സമയം, അവരുടെ കാര്യം പറഞ്ഞ് ഇവരുടെ കാര്യം പറഞ്ഞ് അങ്ങനെയൊക്കെ സമയം കളയാതിരിക്കാൻ അടങ്ങിപ്പാർക്കാനും. ഓക്കെ, അടുത്തത് സ്വന്തം കാര്യം നോക്കുവാനും. അതൊരു നെഗറ്റീവ് സെൻസിലല്ല, പോസിറ്റീവ് സെൻസിലാണ് പറഞ്ഞേക്കുന്നത്. സ്വന്തം കാര്യം നോക്കാൻ പറ്റണം, അല്ലേ? നോക്കുവാനും. ഇനി സ്വന്തം കൈകൊണ്ട് വേല ചെയ്യാനും അഭിമാനം തോന്നണം, അല്ലെ? ഒരു ജോലി ചെയ്യുമ്പോൾ എന്ത് തോന്നണം? അഭിമാനം തോന്നണം എന്നും നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു. ഇത് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് എങ്ങനെയാ പറയുന്നതെന്നറിയാമോ? അദ്ദേഹം അവരുടെ മുമ്പിൽ, ആ ചേർച്ചിൻ്റെ മുമ്പിൽ അദ്ദേഹം സ്ഥാപിച്ച സഭയാണെന്ന് നമുക്കറിയാം. അദ്ദേഹം അവരുടെ മുമ്പിൽ അത് മോഡൽ ചെയ്ത് കാണിച്ചു കൊടുത്തു എങ്ങനെ ജീവിക്കണമെന്ന്. അത് നമുക്ക് 2 തെസ്സലോനിക്കർ 3:7-12 വരെ വായിച്ചാൽ കാണാൻ സാധിക്കും. 2 തെസ്സലോനിക്കർ 3:7-12 വരെ. എന്നിട്ട് പറയാണ്, ഞങ്ങളെ അനുകരിക്കേണ്ടത് എങ്ങനെ എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല. ഈ ക്രിസ്തു ശിഷ്യന്മാർ, അപ്പോസ്തലൻ പറയുകയാണ്, ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ക്രമം കെട്ട് നടന്നിട്ടില്ല, ഡിസിപ്ലിൻഡ് അല്ലാതെ നടന്നിട്ടില്ല. എങ്ങനെയാ പറയുന്നത്? ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ല. വല്ലവരും അധ്വാനിച്ച പൈസ കൊണ്ട് സുഖമായിട്ട് ജീവിക്കാമെന്ന് ഞങ്ങൾ കരുതിയിട്ടില്ല എന്നാണ് അവിടെ പറയുന്നത്. ആരുടെയും ആഹാരം വെറുതെ അനുഭവിച്ചിട്ടില്ല. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ആരെയും ആർക്കും മറ്റൊരാൾക്ക്, നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരിക്കണം, ഞാനിത് മറ്റൊരാൾക്ക് ഭാരമാണോ? എന്നെ പോറ്റേണ്ടത് ഇപ്പം വേറൊരാളുടെ തലയെ വെച്ച് ഭാരമാക്കുവാണോ എന്ന് ചിന്തിക്കണം. ഓരോ ക്രിസ്ത്യ ശിഷ്യനും ചിന്തിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയും, ആർക്കും ഞങ്ങൾ ഒരു ഭാരമാകരുത്. അതിനൊരു കറക്റ്റ് റീസണും ഉണ്ട്, അത് പറയാമേ. ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകൽ വേല ചെയ്തു. രാവും പകലും ഓവർ ടൈം വർക്ക് ചെയ്യുകയാണ്. അതായത് അധ്വാനമുണ്ട്, പ്രയാസമുണ്ട്. ഇനി അടുത്ത വാക്യം നോക്കിയേ, അധികാരമില്ലാഞ്ഞിട്ടല്ല, അനുകരിപ്പാൻ നിങ്ങൾക്ക് ഞങ്ങളെ മാതൃകയാക്കി തരേണ്ടതിനത്രേ. അതായത് എന്താണെന്നറിയാമോ? അപ്പോസ്തലനായ പൗലോസ് 1-ാം നൂറ്റാണ്ടിൽ അവർ മിഷണറി ആയിട്ട് യാത്ര ചെയ്ത് വന്നാണ് ഈ സഭകളൊക്കെ സ്ഥാപിക്കുന്നത്. നമ്മൾ ആ ഒരു പശ്ചാത്തലം മനസ്സിലാക്കുമ്പോഴത്തേക്ക് അദ്ദേഹം നല്ല ഒരു സാമ്പത്തിക പശ്ചാത്തലമുള്ള മനുഷ്യനാണ് അപ്പോസ്തലനായ പൗലോസ്. അദ്ദേഹത്തിൻ്റെ ആ മിനിസ്ട്രിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം ആ പൈസ എല്ലാം വളരെയധികം ചെലവഴിച്ചിട്ടുണ്ട്, മിഷണറി യാത്രകൾ ചെയ്തിട്ടുണ്ട്, അല്ലേ? ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് പിന്നീട് അദ്ദേഹത്തിന് സുവിശേഷ വേലയ്ക്ക് പൈസ ഒക്കെ ആവശ്യമായി വരുമ്പോൾ ചില ചേർച്ചസും ആളുകളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറയണം അതിനുള്ള അധികാരമുണ്ട്. കാരണം ദൈവവേല ചെയ്യുന്നവരെ സപ്പോർട്ട് ചെയ്യാനുള്ള വചനഭാഗങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ. അപ്പോൾ അത് അധികാരമുണ്ട്. പക്ഷേ
അദ്ദേഹം തന്നെ ഒരു തീരുമാനം എടുക്കുകയാണ്. പക്ഷേ ഇവിടെ ഈ തെസ്സലോനിക്കയിൽ കുറേ പേരിങ്ങനെ ജോലി ചെയ്യാതെ മടി പിടിച്ച ആൾക്കാരെ അദ്ദേഹം കണ്ടു. അപ്പോൾ വിചാരിച്ചു, ഞാനും ഇങ്ങനെ ഇരുന്നിട്ട് ജോലി ചെയ്യാതിരുന്നാൽ ഇവർക്കൊരു നല്ല മാതൃകയല്ല. അദ്ദേഹം ഇവരെ വചനം പഠിപ്പിക്കുന്നതിനൊപ്പം തന്നെ അദ്ദേഹം അധ്വാനത്തോടും പ്രയാസത്തോടും കൂടെ രാപ്പകല് ജോലി ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, നല്ലൊരു പ്രിൻസിപ്പിൾ അവിടെ കാണുന്നത്, ഇനി ആർക്കെങ്കിലും മടിയാണ് ജോലി ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് ഓർത്താൽ മതി, വേല ചെയ്യാൻ മനസ്സില്ലാത്തവൻ തിന്നുകയും അരുത്. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ പോളിസി. വേല ചെയ്യാൻ ഇനി മനസ്സില്ല, എനിക്ക് പണി ചെയ്യാൻ പറ്റൂല, ശരിയാ, ഭക്ഷണം കഴിക്കാതെ അവിടെ ഇരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് ഞങ്ങൾ നിങ്ങളോട് ഇരിക്കുമ്പോൾ തന്നെ ആജ്ഞാപിച്ചിട്ടുണ്ടല്ലോ. ആ ചേർച്ചിൻ്റെ അകത്ത് വളരെ ക്ലിയർ ആയിട്ട് അദ്ദേഹം ആജ്ഞാപിച്ച കാര്യമാണ്, വേല ചെയ്യാൻ മനസ്സില്ലേ, ഭക്ഷണവും കഴിക്കണ്ട എന്നുള്ളതായിരുന്നു അദ്ദേഹം പറഞ്ഞത്. അത് എന്ത് ഇതിലാ പറയുന്നതെന്ന് നമുക്കറിയാം അല്ലേ. അതെന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്നറിയാമോ? ആ തെസ്സലോനിക്ക സഭയ്ക്കകത്ത് കണ്ട കാര്യമാണ് അദ്ദേഹത്തെ അത് പറയാൻ പ്രേരിപ്പിച്ചത്. 11-ാം വാക്യം നിങ്ങൾ നോക്കിയാൽ അറിയാം, നിങ്ങളിൽ ചിലർ ഒട്ടും വേല ചെയ്യാതെ പരകാര്യം നോക്കി ക്രമം കെട്ട് നടക്കുന്നു, ജോലി ചെയ്യത്തില്ല. എന്നിട്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞില്ല, അപ്പം സമയമുണ്ടല്ലോ, ഇഷ്ടം പോലെ ഫ്രീ ടൈം, അപ്പം പരകാര്യം നോക്കി വേറെ ആൾക്കാരുടെ കാര്യം നോക്കി നടക്കുന്നു. ഞാൻ പറയുന്നു, ഇന്ന് പരകാര്യം നോക്കുന്നത് മറ്റു രീതികളിൽ കൂടിയാണ്. ഇനിയും സോഷ്യൽ മീഡിയയിൽ നോക്കിയിരുന്ന കുറേ സമയം നമ്മുടെ പോയി കിട്ടും അല്ലേ. അപ്പം ഇങ്ങനെ സമയം കളയുന്നത്, അപ്പം പറയണം വേല ചെയ്യാൻ മടിയാണെങ്കിൽ തിന്നുകയും ചെയ്യരുതെന്ന് ഓർത്താൽ മതി. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. പക്ഷെ പ്രശ്നം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മൾ കാണുന്നത് മടിയുള്ള പലരും മറ്റുള്ളവർക്ക് ഭാരമാവുക. വീട്ടിൽ താമസിക്കുമ്പോഴത്തേക്ക് അവർക്ക് പ്രായമായി കഴിഞ്ഞിട്ടും ചിലവിന് കൊടുത്തുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. സോ നമ്മൾ മനസ്സിലാക്കേണ്ട, ക്രിസ്തു ശിഷ്യന്മാർക്ക് ഒട്ടും ചേരുന്ന ഒരു സ്വഭാവമല്ല ഈ മടിപിടുത്തം എന്ന് ഓർക്കുക. ഇനിയും ലാസ്റ്റ് ആ വാക്യവും കൂടെ ഞാൻ വായിക്കാം. ഇങ്ങനെയുള്ളവരോട് സാവധാനത്തോടെ വേല ചെയ്ത് അഹോവൃത്തി കഴിക്കണം, ദിവസമുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കണമെന്ന് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ആജ്ഞാപിച്ച് പ്രബോധിപ്പിക്കുന്നു. എത്ര ക്ലിയർ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്ന് നോക്കിക്കേ. അപ്പം ഞാൻ പറഞ്ഞു, ഒന്നാമത് നമ്മൾ ആർക്കും ഭാരമാകാൻ പാടില്ല. രണ്ടാമത്തെ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ടു സപ്പോർട്ട് യുവർ ഫാമിലി, കുടുംബത്തെ നോക്കണം. കുടുംബത്തെ നോക്കാതെ ഇരിക്കുന്നത് എങ്ങനെയല്ലേ? 1 തിമോത്തിയോസ് 5:8 ഇങ്ങനെയാണ് വായിക്കുന്നത്, തനിക്കുള്ളവർക്കും സ്വന്തം കുടുംബക്കാർക്കും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞ അവിശ്വാസിയേക്കാൾ അധമനാകുന്നു. വിശ്വാസം അറിഞ്ഞ ശേഷം എനിക്ക് വിശ്വാസം വേണ്ട എന്ന് പറഞ്ഞ ആളേക്കാൾ അധമനാണ് വിശ്വാസത്തിലാണെന്ന് ഞാൻ പറഞ്ഞിട്ട് സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം നോക്കാത്ത വ്യക്തി എന്നാണ് അവിടെ പറയുന്നത്. ഞാനിനി ഇതിൻ്റെ ഒരു പശ്ചാത്തലവും കൂടെ പറഞ്ഞുതരാം. ഇമ്മീഡിയറ്റ് ഫാമിലിയെ നോക്കേണ്ട ഉത്തരവാദിത്വത്തെക്കുറിച്ച് അത് പറഞ്ഞു തരണേ. നമ്മുടെ വീട്ടിലുള്ളവരുടെ കാര്യങ്ങൾ നോക്കിയിരിക്കണം നമ്മൾ. ഓക്കെ, അപ്പോൾ വീട്ടിലുള്ളവരും കൂടെ ഓർത്തിരിക്കുക, വീട്ടിലത്തെ ഒരാളെ മാത്രം മുതലാക്കാനും ശ്രമിക്കരുത്. ഓക്കെ, വീട്ടിലുള്ള എല്ലാവർക്കും റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട് കേട്ടോ, ആരെയും ഇതിൽ നിന്ന് ഒഴിവാക്കുമല്ല. പക്ഷേ ഇതിനൊരു പശ്ചാത്തലമുണ്ട്. നമ്മൾ അധ്യായം ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാകാം. 1-ാം നൂറ്റാണ്ടിലെ സഭയുടെ ഒരു വലിയ ഗുണം എന്നായിരുന്നെന്നറിയാമോ? ആ കമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരായിരുന്നു വിധവമാരെന്ന് പറയുന്നവരെ. അപ്പോൾ വിധവമാരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം നമുക്കറിയാം. അപ്പോസ്തലപ്രവൃത്തി 6 തന്നെ നമ്മളത് കാണുന്നുണ്ട്. സഭ ആദ്യം തന്നെ അത് ചെയ്തു. വിധവമാർക്ക് പൈസ, അതുപോലെ ആവശ്യത്തിനുള്ള പ്രൊവിഷൻസ് ഒക്കെ കൊടുക്കുന്ന ഒരു സിസ്റ്റം ആ ചേർച്ചിനുണ്ടായിരുന്നു. പക്ഷേ ഇത് ചിലർ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുത്തു. അതായത് ഏറ്റവും അടുത്ത ഒരു റിലേറ്റീവ്, ഉദാഹരണത്തിന് ഒരാളുടെ പെങ്ങള് വിധവയായെന്ന് വിചാരിച്ചോ, അപ്പോഴും അയാളൊന്നും സഹായിക്കത്തില്ല, അയാൾക്ക് ഉണ്ടെങ്കിലും സഹായിക്കത്തില്ല, സഭയുടെ റെസ്പോൺസിബിലിറ്റി ആയിട്ട് കൊണ്ടിടുമായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നപ്പം ചർച്ചിന് വലിയ ബേർഡനായി. കുറേ അധികം വിധവമാരെ സപ്പോർട്ട് ചെയ്യേണ്ടി വരുന്നു, ചർച്ചിന് അതിനുള്ള വരുമാനം ഇല്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ ലേഖനം എഴുതുന്നത്. പറയുന്നത്, തനിക്കുള്ളവർക്കും സ്വന്തം കുടുംബത്തിനും വേണ്ടി കരുതാത്തവൻ വിശ്വാസം തള്ളിക്കളഞ്ഞവനേക്കാൾ അധമനാകുന്നു. എൻ്റെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ കാര്യമൊന്നും എനിക്ക് നോക്കാൻ വയ്യ, വേറെ ആൾക്കാർ നോക്കട്ടെ എന്ന് പറഞ്ഞ് തള്ളിക്കളയുന്ന ഒരിത്, അതും ഒട്ടും ശരിയായിട്ടുള്ളൊരു മനോഭാവമല്ല. ഓക്കെ, ഞാൻ വേറെ ഒരു കർത്താവായ യേശു പറഞ്ഞൊരു കാര്യവും കൂടെ
പറയട്ടെ, നമ്മൾക്ക് ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളവരെ നമ്മൾ നോക്കേണ്ടതിൻ്റെ പ്രാധാന്യം അല്ലേ. മർക്കോസ് 7:11-13 കർത്താവായ യേശു പറയുന്ന ഒരു കാര്യം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. നിങ്ങൾ ഒരു മനുഷ്യന് അപ്പനോടോ അമ്മയോടോ നിനക്ക് എന്നാൽ ഉപകാരമായി വരേണ്ടത് വഴിപാട് എന്ന അർത്ഥമുള്ള ഖുർബാൻ എന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നു. തൻ്റെ അപ്പനോ അമ്മയ്ക്കോ മേലാൽ ഒന്നും ചെയ്യുവാൻ അവനെ സമ്മതിക്കുന്നതുമില്ല. ഇങ്ങനെ നിങ്ങൾ ഉപദേശിക്കുന്ന സമ്പ്രദായത്താൽ ദൈവകൽപ്പന ദുർബലമാക്കുന്നു. ഇതെന്താണ് സംഭവമെന്ന് ചിലർക്കറിയാമായിരിക്കും, അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അന്നത്തെ കാലത്ത് അപ്പനും അമ്മയൊക്കെ പ്രായമായി കഴിയുമ്പോഴത്തേക്ക് ഇന്നത്തെ കാലത്തെ പോലെ പെൻഷനൊന്നും ഉള്ളൊരു കാലമൊന്നും അല്ല നമ്മൾ ഓർക്കുക. അപ്പോൾ അപ്പനെ അമ്മയൊക്കെ ടേക്ക് കെയർ ചെയ്യേണ്ട, ഇന്നും അങ്ങനെ ഒരു അവസ്ഥയിലിരിക്കുന്ന അപ്പനെ അമ്മയും നമ്മുടെ ബന്ധുക്കളെ ഒക്കെ നോക്കേണ്ട ഒരു ചുമതല നമുക്ക് ഉണ്ടെന്നും നമ്മൾ വിസ്മരിക്കരുത് കേട്ടോ. അപ്പം ഇങ്ങനത്തെ ഒരു അവസ്ഥയിലിരിക്കുമ്പോഴത്തേക്ക് അന്നത്തെ കാലത്തെ റിലീജിയസ് ലീഡേഴ്സ് ചെയ്ത ഒരു പരിപാടിയുണ്ട്. ഇനി അപ്പനെ അമ്മയെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, അതിന് പകരം പള്ളിക്ക് അർപ്പിക്കാനുള്ള വഴിപാട് ഖുർബാനായിട്ട് അങ്ങ് ഇട്ടാൽ മതി എന്ന് പറഞ്ഞാൽ, അതായത് ആ ദേവാലയത്തിലോട്ട് വരുന്ന വരുമാനം നിൽക്കരുത്, അപ്പനെ അമ്മയെ നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ അവർ സംസാരിച്ചതിനെതിരായിട്ടാണ് യേശു കർത്താവ് പറയുകയാണ്, ഇത് എന്തൊരു സമ്പ്രദായമാണ് നിങ്ങളുടെ എന്ന്. അതായത് ദൈവത്തിന് കൊടുക്കാനാന്ന് പറഞ്ഞുകൊണ്ട് ഇട്ടിട്ട് സ്വന്തം വേണ്ടവർ പട്ടിണി കിടക്കുന്ന ഒരു അവസ്ഥ വന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. കർത്താവ് അതിനെതിരെ സംസാരിച്ചു അല്ലേ. പക്ഷെ അതിൻ്റെ അർത്ഥം ദേവാലയത്തിന് കൊടുക്കാനുള്ളത് കൊടുക്കേണ്ട ഒന്നാണോ? അല്ല, കൊടുക്കേണ്ടത് കൊടുക്കണം. ഓക്കെ, നമ്മളെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റണം, നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഫാമിലിയെ സപ്പോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റണം. രണ്ടാമത് നമ്മൾ വർക്ക് ചെയ്യുന്നതിനൊരു ഉദ്ദേശമുണ്ട്, വർക്ക് ടു ഹെൽപ്പ് ദോസ് ഇൻ നീഡ്. ഞാൻ നേരത്തെ പറഞ്ഞതുമായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ ഞാൻ ഇമ്മീഡിയറ്റ് ഫാമിലിയാണ് കൂടുതലാണ് നേരത്തെ പറഞ്ഞത്. പക്ഷേ നമുക്ക് ചുറ്റും ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരുണ്ടല്ലേ, അവരെ കണ്ടില്ലെന്ന് നടിക്കാനായിട്ട്. ഓക്കെ, അന്നത്തെ കാലത്ത് അത് വിധവമാരായിരുന്നു മെയിൻ ഇതെങ്കിൽ, നമ്മളെന്നറിയാം നമുക്ക് കാലങ്ങൾ മാറുമ്പോൾ സൊസൈറ്റിയൊക്കെ മാറും. ഇന്ന് വിധവയാണെങ്കിലും ചിലപ്പോൾ ജോലിയുള്ളവരായിരിക്കും. പക്ഷേ ഐഡൻറ്റിഫൈ ദോസ് ഹു നീഡ് ഹെൽപ്പ്. നമ്മൾക്കിടെ ചുറ്റും ആവശ്യക്കാരാരാന്ന് കണ്ടെത്തേണ്ടതൊരാവശ്യമുണ്ട്. യാക്കോബ് ഇത് നമ്മളെ ഓർപ്പിച്ചിട്ടുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായുള്ള ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. അനാഥരെയും വിധവമാരെയും ചെന്ന് കാണുക എന്ന് പറയുന്നത് ജസ്റ്റ് ചെന്ന് കണ്ടിട്ട് ഹലോ പ്രൈസ് ലോർഡ് എന്ന് പറഞ്ഞിട്ട് പോരുന്നതിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. അവരുടെ ജീവിതത്തിൽ നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നമ്മളാൽ കഴിയുന്നത് അല്ലേ. ഞാൻ പറഞ്ഞല്ലോ ഇതിനൊക്കെ ഒരു പ്രയോറിറ്റിയും ഓർഡറും ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി തന്നെ ചെയ്യുക. ഓക്കെ, പക്ഷെ നമ്മൾക്ക് ഒരാൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സഹായം, ഓക്കെ, നമ്മുടെ മുമ്പിൽ വരുന്ന ആ മുറിവേറ്റ വ്യക്തി ആരാണോ അവർക്കൊന്ന് ചെയ്യാൻ പറ്റേണ്ടതായിട്ടുണ്ട്. അത് ഒരു ക്രിസ്ത്യൻ പ്രിൻസിപ്പിളാണ്. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 4:28 ഇങ്ങനെ പറയുന്നത്, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യുവാൻ ഉണ്ടാകേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്രേ വേണ്ടത്. ഞാൻ ബൈബിൾ സ്റ്റഡിയൊക്കെ എടുത്തപ്പോൾ ഇവിടെ പറഞ്ഞു തന്നിട്ടുണ്ട് അതിൻ്റെ ഒരു പശ്ചാത്തലം. എഫെസോസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് കള്ളന്മാരെന്ന് പറയുന്നത് അത്ര മോശം ജോലിയൊന്നും അല്ലായിരുന്നു. അവരുടെ ഇടയിൽ അംഗീകരിക്കപ്പെട്ട ഒരു തൊഴിലായിരുന്നു അന്നത്തെ കാലത്ത് കള്ളൻ എന്ന് പറയുന്നത്. അപ്പം അപ്പോസ്തലൻ അവരെ കറക്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരു ജോലി ചെയ്യുമ്പം അവിടെ അത് ലീഗലായിരുന്നു, ഓക്കെ ആയിരുന്നു. പക്ഷെ ലീഗലായിരിക്കണം, മൊറാലിറ്റി അതിൻ്റെ നോക്കണം. അദ്ദേഹം അത് കറക്റ്റ് ചെയ്യാണ്. കള്ളൻ ഇനി കക്കരുത്. എന്ത് വരുമാനം ഏത് വഴിയും കൊണ്ടുവരുന്ന പണമല്ല നമ്മൾ അത് ജോലിയായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, പൈസ ഉണ്ടാക്കാൻ പല മാർഗങ്ങളുണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ ഒരു പണി ചെയ്ത് പൈസ കൊണ്ടുവന്നിട്ട് ഞാൻ എൻ്റെ കുടുംബത്തിന് വേണ്ടി ജോലിയാണ്, അതല്ല. നമ്മൾ ചെയ്യുന്ന ജോലി അതിനൊരു എത്തിക്സ് ഉണ്ടായിരിക്കണം അല്ലേ, അതിൻ്റെ ഒരു മൊറാലിറ്റി ഉണ്ട് അല്ലേ. ഓക്കെ, കള്ളൻ ഇനി കക്കാതെ മുട്ടുള്ളവന് ദാനം ചെയ്യേണ്ടതിന് കൈകൊണ്ട് നല്ലത് പ്രവർത്തിച്ച് അധ്വാനിക്കുക അത്ര വേണ്ടത്. അപ്പോൾ ആ കള്ളൻ്റെ ആ ജോലി വിടണം. അത് കഴിഞ്ഞിട്ട് കൈകൊണ്ട് നല്ലത് അധ്വാനിക്കണം. നല്ലത് അപ്പം കള്ളനും ജീവിക്കാനുള്ളതാകും, തൻ്റെ കുടുംബത്തിനുണ്ടാവും. ഇനി അത് മാത്രമല്ല, ഇത്രയും നാളും മറ്റുള്ളവരുടെ ഇടയ്ക്ക് നിന്ന് അടിച്ചു മാറ്റി എടുത്തുകൊണ്ടിരുന്ന കള്ളൻ്റെ സ്വഭാവം ഒരു ക്രിസ്തു വിശ്വാസത്തിലോട്ട് വരുമ്പോൾ എങ്ങനെയായിരിക്കണം എന്നറിയാവോ? മുട്ടുള്ളവർക്ക്
അങ്ങോട്ട് കൊടുക്കുന്ന സ്വഭാവത്തിൽ തന്നെ ട്രാൻസ്ഫോർമേഷൻ വരണം എന്നാണ് പറയുന്നത്. സോ വർക്കിന് എന്തോരം ഇമ്പോർട്ടൻസ് ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, മൂന്നാമത്തെ ഒരു കാര്യം, വർക്ക് ടു ബി പാർട്ട് ഇൻ ഗോഡ്സ് മിനിസ്ട്രി. ദൈവരാജ്യത്തിൽ ഒരു പ്രയോജനമാകുവാൻ വേണ്ടി ജോലി ചെയ്യുക. റൈറ്റ് ഫ്രം ദ ബിഗിനിങ് നമ്മളൊന്ന് നോക്കിക്കേ, യെരൂശലേം ദേവാലയം എങ്ങനെയാണ് റൺ ചെയ്തത്? അവിടെയുള്ളവർ അവരുടെ കോൺട്രിബ്യൂഷൻസ് കൊടുത്ത് തന്നെയാണ് ആ ദേവാലയ കാര്യങ്ങൾ നടന്നുകൊണ്ട് പോയത്. യേശുവിൻ്റെ മിനിസ്ട്രി എങ്ങനെയാണ് നടന്നത്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, യേശുവിൻ്റെ കൂടെ നടന്ന ചില സ്ത്രീകൾ യേശുവിൻ്റെയും അപ്പോസ്തലന്മാരുടെയും മിനിസ്ട്രിയെ ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യുക ചെയ്തത്. ഇനി അപ്പോസ്തല പ്രവൃത്തിയിൽ നമ്മൾ കാണുമ്പോഴും അവരുടെ മിഷൻസ്, ചേർച്ചുകളെല്ലാം ദൈവമക്കളായിട്ടുള്ളവർ സന്തോഷത്തോടെ കൊടുത്ത് ഇത് പൈസയിൽ കൂടെയാണ് മിനിസ്ട്രിയും ദൈവരാജ്യത്തിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നത്. ഇനി നമ്മൾക്ക് അത് പറയുമ്പോൾ തന്നെ വളരെ വേദനിപ്പിക്കുന്ന ഒരു സത്യം ഇപ്പുറത്തുണ്ട്. ദൈവരാജ്യത്തിൻ്റെ പേരും പറഞ്ഞ് സ്വന്തം പോക്കറ്റ് വലുതാക്കി ഒത്തിരി പേരുണ്ട്. അതൊരു വളരെ മോശം മോഡൽസ് ആയിട്ട് നമ്മുടെ ചരിത്രത്തിൽ ഉണ്ടെന്നുള്ളതാണ് സത്യം. അത് നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല. പക്ഷെ അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അത് നമ്മൾക്ക് വീണ്ടും ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിയെ നമ്മൾ ബുദ്ധിയോടെ സപ്പോർട്ട് ചെയ്യാൻ, ഞാൻ അങ്ങനെയും കൂടെ പറയട്ടെ, എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ളത്, എവിടെ നമ്മൾ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിയെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നമ്മൾ ആലോചിച്ച് തീരുമാനിക്കേണ്ട കാര്യമാണ്. അതിന് പുതിയ നിയമത്തിൽ തരുന്ന പ്രിൻസിപ്പിൾ ഇതാണ്: ഓരോരുത്തൻ ഹൃദയത്തിൽ നിശ്ചയം ചെയ്തത് അവൻ സന്തോഷത്തോടെ നൽകട്ടെ, നിർബന്ധത്താൽ അരുത്, സങ്കടത്തോടെ അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. അല്ലേ? നമുക്കറിയാം മക്കദോന്യ സഭ അവരവരുടെ കഷ്ടതയിലും മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്ത, യെരൂശലേം സഭ അവരൊരു ക്ഷാമത്തിൽ കൂടെ പോയപ്പം സപ്പോർട്ട് ചെയ്ത ഒത്തിരി സഭകളുണ്ട്. അല്ലേ? സോ ഇങ്ങനെ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയരെ സഭയെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തന്നെ ആരും സപ്പോർട്ട് ചെയ്യാതിരുന്ന സമയത്ത് എപ്പഫ്രോദിത്തോസിൻ്റെ കയ്യിൽ താൻ ജയിലിൽ കിടക്കുമ്പം അല്പം സപ്പോർട്ട് കൊടുത്തുവിട്ട ഫിലിപ്പിയ സഭയെ. സോ ദൈവവേല എപ്പോഴും നടന്നിട്ടുള്ളത് ദൈവമക്കളുടെ കോൺട്രിബ്യൂഷൻസിൽ കൂടെ തന്നെയാണ്. പക്ഷേ അത് ചതിക്കപ്പെടുവാൻ ഒരു കാരണമാകരുത്. അത് നമ്മൾ ഹൃദയത്തിൽ നിശ്ചയം ചെയ്തത് സന്തോഷത്തോടെ നൽകേണ്ടതാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മിനിസ്ട്രിയുടെ ഒരു ഭാഗമാവുക, അത് ഒരു ദൈവ പൈതലിൻ്റെ തീരുമാനവുമാണ്. അതിനും നമ്മൾക്ക് പങ്കാളിയാകേണ്ടതുണ്ട്. നാലാമത്തെ ഒരു കാര്യം, ടു ഗ്ലോറിഫൈ ഗോഡ് ത്രൂ യുവർ ലൈഫ്. നമ്മുടെ ജീവിതത്തിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തേണ്ടതിന് നമ്മളിൽ പലരും തെറ്റായ ഒരു ചിന്ത ഇങ്ങനെ വരാം. ഓക്കെ, നമ്മൾ സൺഡേ മോർണിംഗ് ഇവിടെ വരുമ്പോഴത്തേക്ക് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അല്ലേ? അല്ലെങ്കിൽ നമ്മളൊരു പ്രെയർ മീറ്റിങ്ങിലിരിക്കുമ്പോൾ, പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് 24/7 ജീവനുള്ള യാഗമായിട്ട് നമ്മുടെ ശരീരങ്ങളെ നമ്മൾ ബുദ്ധിയുള്ള ആരാധനയായിട്ട് അർപ്പിക്കാനാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. അല്ലേ? അപ്പം നമ്മളുടെ വർക്ക് പ്ലേസിലായിരിക്കുമ്പോഴും നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എഫേസ്യർ 6:9 വർക്ക് പ്ലേസ് എത്തിക്സിനെ കുറിച്ച് സംസാരിക്കുന്ന ഒരു ഭാഗം. അല്ലേ? എഫേസ്യർ 6:9 അതിലിങ്ങനെയാണ് പറയുന്നത്, ആ ഒരു സൊസൈറ്റിയിൽ അന്ന് യജമാനന്മാരുണ്ട്, ദാസന്മാരുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിൽ വെച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് നമുക്കൊന്ന് വായിച്ചു കേൾക്കാം. യജമാനന്മാരെ, അവരുടെയും നിങ്ങളുടെയും യജമാനൻ സ്വർഗത്തിലുണ്ടെന്നും അവൻ്റെ പക്കൽ മുഖപക്ഷം ഇല്ലെന്നറിഞ്ഞുകൊണ്ട് അങ്ങനെ തന്നെ അവരോട് പെരുമാറുകയും ഭീഷണി വാക്ക് ഒഴിവാക്കുകയും ചെയ്യുവിൻ. അപ്പം ജോലി ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക, എല്ലാവരും ഒരേ തട്ടിലല്ല ഇരിക്കുന്നത്. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു ബോസ് ഉണ്ടാകും, നിങ്ങളുടെ മുകളിൽ അധികാരമുള്ള ആളുണ്ടാകും. അപ്പം നമ്മൾ മനസ്സിലാക്കുക, നമ്മളൊരു വർക്ക് പ്ലേസിലായിരിക്കുമ്പോൾ, നിങ്ങൾ അധികാരമുള്ള ഒരു സ്ഥാനത്തായിരിക്കുമ്പോൾ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ താഴെയുള്ളവരോട്, നമുക്ക് ആക്ഷൻ എടുക്കാൻ പറ്റുന്നവരോട് നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന്. കാരണം എന്താണെന്നറിയാം, നമ്മളുടെ മുകളിൽ ഒരാളുണ്ട് എന്നുള്ളൊരു ഓർമ്മയോടെ വേണം അവരോട് പെരുമാറാൻ. അല്ലേ? അതുപോലെ ഭീഷണി വാക്ക്, ത്രറ്റൻ ചെയ്യുക, അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കാരണം മറ്റൊരാൾ, നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാൾ, അയാളുടെ ജീവിക്കാൻ ഒരു ആവശ്യത്തിന് വേണ്ടി, അയാളുടെ ഒരു കുടുംബം അവിടെ ഉണ്ടാകും. ഓക്കെ, അപ്പം എപ്പോഴും നമ്മൾ ആ ഒരു ചിന്തയോടെ വേണം താഴെയുള്ളവരോട് പെരുമാറാൻ. അതുപോലെ തന്നെ ദാസന്മാരോട് പറയുന്നതും കൂടെ നമുക്ക് വായിക്കാം. ഇതെല്ലാം നമ്മൾ വേദപുസ്തകത്തിൽ
ഏത് ബന്ധങ്ങളെക്കുറിച്ച് പറഞ്ഞാലും രണ്ട് സൈഡും പറയുമെന്നുള്ളത് നമ്മൾ ചിന്തിച്ചോണേ. ദാസന്മാരോട് പറയുകയാണ്, ജഡപ്രകാരമുള്ള യജമാനന്മാരെ സകലത്തിലും അനുസരിപ്പിൻ. മോളിലുള്ള എൻ്റെ യജമാനൻ വിശ്വാസി, എന്നെ ഒന്നും പറയത്തില്ല, അതുകൊണ്ട് ഞാൻ ഒപ്പിക്കാമെന്നൊന്നും ചിന്തിക്കരുത്. അവരെ അനുസരിക്കണം. അതുപോലെ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നത് പോലെ ദൃഷ്ടി സേവകളാലല്ല എന്ന് പറഞ്ഞാൽ ബോസ് മോണിറ്റർ ചെയ്യുന്നതുകൊണ്ട് ഞാൻ എൻ്റെ നല്ല എൻ്റെ ജോലിയൊക്കെ ചെയ്യാം, അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ദൃഷ്ടി സേവകളാലല്ല, കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് ഹൃദയത്തിൻ്റെ ഏകാഗ്രതയോടെ അത്ര അനുസരിക്കേണ്ടത്. നിങ്ങൾ ചെയ്യുന്നതൊക്കെയും മനുഷ്യർക്കെന്നല്ല കർത്താവിനെന്ന പോലെ മനസ്സോടെ ചെയ്യുവെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ അവിടെ എന്തൊരു വാക്യമല്ലേ അത്, നിങ്ങൾ ചെയ്യുന്നത് മനുഷ്യർക്കല്ല കർത്താവിനെന്ന പോലെ ചെയ്യുവിൻ. നമ്മളൊരു വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് എന്ത് വർക്കും ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞല്ലോ ലീഗലായിട്ടുള്ള മൊറാലിറ്റി ഉള്ള ഒരു ജോലിയാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, ഞാനിത് കർത്താവിന് വേണ്ടി ചെയ്യുന്നതാണ്. ഞാൻ എൻ്റെ ജോലി സ്ഥലത്തായിരിക്കുമ്പോൾ ഇത് ചെയ്യുന്നത്, അത് ഓരോ വർക്ക് ചെയ്യുമ്പോഴും കർത്താവിനെന്ന പോലെ ചെയ്യാനായിട്ട് നമ്മളെ ഓർപ്പിക്കുകയാണ്. അപ്പം ജോലി സ്ഥലത്ത് എങ്ങനെ നമ്മൾ പെരുമാറുന്നു എന്നുള്ളതും ഇറ്റ്സ് ഗ്ലോറിഫൈങ് ഗോഡ് അല്ലേ. നമുക്കറിയാം, നമ്മൾ വർക്ക് പ്ലേസിലായിരിക്കുമ്പോൾ ആളുകൾ നമ്മളെ ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഒരു ക്രിസ്തു ശിഷ്യനായിരിക്കുമ്പോൾ ആത്മാർത്ഥതയോടെ ആളുകൾ കാണുന്നുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻ വരുമോ എന്ന് പേടിച്ചിട്ടൊന്നും അല്ല നമ്മുടെ ആത്മാർത്ഥത വരുന്നത്. ഇറ്റ് കംസ് ഫ്രം എ ജെന്യുവിൻ ഹാർട്ട്. ഒരു ആത്മാർത്ഥതയുള്ള ഹൃദയത്തിൽ നമ്മൾ ആർക്കു വേണ്ടി വർക്ക് ചെയ്യുന്നോ ഒരു ആത്മാർത്ഥത ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കീഴിലുള്ളവരോട് ദയോടെ പെരുമാറുവാനായിട്ട്, അവർക്കും ഉണ്ടല്ലോ ജീവിക്കുവാൻ, അവരുടെ കുടുംബമുണ്ടല്ലോ എന്നുള്ള ചിന്തയോടെ പെരുമാറുവാനൊക്കെ ദൈവം നമ്മളെ സഹായിക്കട്ടെ. നമ്മുടെ ക്വാളിറ്റി ഓഫ് വർക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ തന്നെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വർക്കഹോളിസം പോലെ ഒന്നും ആയി പോകരുത്. ഒരു ക്രിസ്തു ശിഷ്യന് വർക്ക് ദൈവത്തെ സേവിക്കാനുള്ളൊരു മാർഗമായിരിക്കുമ്പോൾ തന്നെ കർത്താവുമായിട്ടുള്ള സമയം ചെലവഴിക്കുന്നതിൽ അത് നമുക്കൊരു തടസ്സമാകരുത്. നമുക്ക് ചില ബൈബിൾ ക്യാരക്ടേഴ്സിനെ അറിയാമല്ലോ. ദാനിയേൽ എത്ര വലിയൊരു പൊസിഷനിലിരിക്കുമ്പോഴും താൻ പ്രാർത്ഥിക്കാൻ സമയം കണ്ടെത്തിയത് നമ്മൾ കണ്ടല്ലേ. അപ്പം അതും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വർക്ക് ദൈവം തരുന്നതാണ് നമുക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യം, ബുദ്ധി, സ്കിൽസ് എല്ലാം. അപ്പം കർത്താവിലുള്ള ഡിപ്പെൻഡൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കർത്താവിനോട് കൂടുതൽ എടുക്കുവാൻ നമ്മുടെ വർക്ക് പ്ലേസ് എൻവയോൺമെൻറ്റ് ഒക്കെ നമ്മളെ സഹായിക്കട്ടെ. വേദപുസ്തകത്തിലെ ചില കഥാപാത്രങ്ങളെ ജസ്റ്റ് ഒന്ന് ഓർപ്പിക്കാം. യോസെഫ് അല്ലേ, നമുക്കറിയാം അല്ലേ, മിസ്രൈമിൽ ഒരു അടിമയായിട്ട് വന്ന വ്യക്തിയായിരുന്നു. അവിടെ പോത്തിഫറിൻ്റെ വീട്ടിൽ അടിമയായിട്ട് മേടിച്ചുകൊണ്ട് വന്നു. പക്ഷേ പോത്തിഫർ എന്താ കണ്ടത്? പോത്തിഫർ കണ്ടത് യോസഫ് ചെയ്യുന്ന വർക്കിൽ ഏറ്റവും ആത്മാർത്ഥത, ഏറ്റവും സ്കില്ല്. അതുകൊണ്ട് എന്താ, പോത്തിഫറിൻ്റെ വീട്ടിലെ ഏറ്റവും നല്ലൊരു ഉദ്യോഗസ്ഥന, ഏറ്റവും വലിയ ഉദ്യോഗസ്ഥ പദവിയിലേക്ക് യോസഫ് വരികയാണ്. നമ്മൾ ഈ ബൈബിൾ ക്യാരക്ടേഴ്സിലൊക്കെ അവർ ചെയ്യുന്നതിലുള്ള ആ ഒരു എക്സലൻസ് കാണുന്നുണ്ട് അല്ലേ. അതുമാത്രമല്ല, പിന്നീട് മിസ്രൈമിൻ്റെ പ്രൈം മിനിസ്റ്റർ ആകുമ്പോഴും യോസഫ് വെറുതെ പ്രൈം മിനിസ്റ്റർ ആയതൊന്നുമല്ല, യോസഫിൻ്റെ ആ സ്കില്ല് ഭയങ്കരമായിരുന്നു. അദ്ദേഹം കാണിച്ച ആത്മാർത്ഥത, അതിനു വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്ക്, അദ്ദേഹം ആ ഒരു പൊസിഷനിൽ ഇരുത്തിയത് അതൊക്കെയാണെന്ന് നമ്മൾ ഓർക്കുക. വീണ്ടും ഒരു ബൈബിൾ ക്യാരക്ടറാണ് നെഹമ്യാവ്. ചിലർക്ക് അറിയാതിരിക്കാം. നെഹമ്യാവ് എന്ന് പറയുന്ന ഒരു പ്രവാസി ജൂ ആയിരുന്നു. ബാബിലോണിലോട്ട് പിടിച്ചു കൊണ്ടുപോയ യഹൂദന്മാരിൽ വന്നവരിത് ഒരു പക്ഷെ അവിടെ ജനിച്ചതുമായിരിക്കാം, ബാബിലോണിലൊക്കെ വെച്ചിട്ട്. അപ്പോൾ അവിടെ പ്രവാസിയായിരുന്ന ആ യഹൂദൻ പേർഷ്യൻ കൊട്ടാരത്തിലെ കബ്ബേററായിട്ട് മാറി. കബ്ബേറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജാവിൻ്റെ കബ്ബേറർ എന്ന് പറഞ്ഞാൽ രാജാവിന് വീഞ്ഞൊക്കെ കൊടുക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും അടുത്തിടപഴകുന്ന ഉന്നത ഒരു പൊസിഷനാണ് ഈ കബ്ബേറർ എന്ന് പറയുന്ന അന്നത്തെ കാലത്ത്. നെഹമ്യാവ് പക്ഷെ ഏറ്റവും രാജാവുമായിട്ട് ക്ലോസ് ആയിരുന്നു. മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു പൊസിഷൻ കാരണമാണ് പിന്നീട് നശിച്ചുപോയ നെബൂഖദ്നേസർ രാജാവ് ചുട്ട് നശിപ്പിച്ച് കളഞ്ഞ യെരുശലേമിൻ്റെ മതിലുകളെ പണിയാൻ കാരണമായത് നെഹമ്യാവ് എന്ന് പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ തൻ്റെ ജോലിയിലുള്ള ആത്മാർത്ഥതയായിരുന്നു. രാജാവ് പെർമിഷൻ കൊടുത്ത്, നമുക്കറിയാം 52 ദിവസം കൊണ്ട് യെരുശലേം ദേവാലയം പണിതെടുത്തത്. ഇതൊക്കെ എവിടുന്നാണ് വരുന്നത്? ഒരു ജോലിയോടുള്ള ഡെഡിക്കേഷൻ. ഇതിൽ സ്പിരിച്വാലിറ്റി കാണാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് തെറ്റിപ്പോകും. പ്രിയമുള്ളവരെ, നമ്മൾ ചിന്തിക്കരുത് നമ്മൾ മുട്ടയിൽ നിൽക്കുമ്പോൾ മാത്രം, അല്ലെങ്കിൽ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാത്രമാണ് നമ്മുടെ സ്പിരിച്വാലിറ്റി വെളിപ്പെട്ട് വരുന്നതെന്ന്. പ്രിയമുള്ളവരെ, ദാനിയേലിനെ നോക്കിയേ. നമ്മൾ ദാനിയേലിൻ്റെ പല സംഭവങ്ങളും വേദപുസ്തകത്തിൽ
വായിക്കുന്നത്, അദ്ദേഹം ജോലി സ്ഥലത്ത് നേരിട്ട പ്രശ്നങ്ങളുടെ നടുവിലുള്ള സംഭവങ്ങളാണ് നമ്മൾ വായിക്കുന്നത്. ജോലി എല്ലായ്പ്പോഴും സുഖകരമായിരിക്കണം എന്നില്ല. നമ്മളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ചിലർ, ഞാൻ ആദ്യം പറഞ്ഞു, ഇഷ്ടമില്ലാത്തൊരു സ്ഥാനത്തിരുന്നായിരിക്കും ജോലി ചെയ്തതെന്ന്. ദാനിയേൽ കുഞ്ഞായിരുന്നപ്പോഴത്തേക്ക് അദ്ദേഹം ആഗ്രഹിച്ചാണ് നെബൂഖദ്നേസറിന്റെ പാലസിൽ പോയി ജോലി ചെയ്യണം എന്നുള്ളത്. ഇങ്ങനെ പിടിച്ചോണ്ട് പോയിട്ട് ഒരിക്കലും അല്ല. എന്താ പറയുന്നത്, വേര് പറിച്ചെടുത്തോണ്ട് പോയ വേദനിപ്പിക്കുന്ന അവസ്ഥയിലെ പോയ ഒരു പ്രവാസിയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. യുദ്ധം നടന്നിട്ട് അവിടുന്ന് പറിച്ചെടുത്തോണ്ട് പോയ കുഞ്ഞുങ്ങളാണ് ഈ ദാനിയേൽ, ശദ്രക്, മേശക്. പക്ഷെ അവിടെ ചെന്ന സ്ഥലത്ത് അവിടെ ദൈവം ഏത് ജോലിയിലാക്കിയോ അതാണ് ഇമ്പോർട്ടൻ്റ്. ഒരുപക്ഷെ താൻ ആഗ്രഹിച്ചോ സ്വപ്നം കണ്ടോ ജോലിയല്ല, പക്ഷെ ഏത് ജോലിയിലായിരുന്നോ, നമ്മൾ ബൈബിളിൽ കാണുന്ന ഒരു വേർഡ് ഉണ്ട്, ഉത്കൃഷ്ട മനസ്സെന്ന്, എക്സലൻറ്റ് സ്പിരിറ്റ്. ഏത് ജോലി ചെയ്താലും ഏറ്റവും ബെസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു സ്പിരിറ്റ്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സ്വഭാവം ഡാനിയേലിനുണ്ടായിരുന്നു. വെറുതെയാണോ ബാബിലോണിലെ രാജാക്കന്മാർ ഭരിച്ചപ്പോൾ അവരുടെ പ്രധാനമന്ത്രി, മേദ്യ പേർസ്യ വന്നപ്പോൾ അവരുടെയും, പാഴ്സികളുടെ അവരുടെയും, ഈ എംപയേഴ്സിൻ്റെ ഒക്കെ ഉന്നത പൊസിഷനിലിരുന്നാണ് ഡാനിയേൽ വർക്ക് ചെയ്തതെന്ന് നമ്മൾ ഓർക്കണം. സോ അതിൻ്റെ ഇടയിൽ അദ്ദേഹം എന്തോരം ചലഞ്ചസ് നേരിട്ടു. സോ വർക്ക് പ്ലേസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് പ്രശ്നങ്ങളില്ലാതല്ല. ജോലി നമ്മൾ ചെയ്യുമ്പോൾ പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ അതിൻ്റെ ഇടയിലും നമ്മൾക്ക് വഴി തുറക്കുന്ന ഒരു കർത്താവ് ഉണ്ടെന്നുള്ളതാണ്, അല്ലേ? അതിനെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ അനുഗ്രഹിക്കുന്ന ഒരു കർത്താവ്. ഇനി ന്യൂ ടെസ്റ്റ്മെന്റിലെ ഒരു ക്യാരക്ടർ തബീത ഓർക്കുന്നുണ്ടോ? തബീതയെ പത്രോസ് ഉയർപ്പിച്ചത് നമുക്കറിയാം, അല്ലേ? ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, കാരണം അവിടെ ചുറ്റും നിന്നവരുടെ കരച്ചിൽ അത്ര. തബീത എന്ന് പറയുന്ന സ്ത്രീ മരിച്ചു പോയപ്പം അവിടുത്തെ സ്ത്രീകളും വിധവമാരായിട്ടുള്ളവർ നിന്ന് കരയുക. തബീത എന്ന് പറയുന്ന ആ സ്ത്രീ ജീവിച്ചിരുന്നപ്പം അവർക്കുണ്ടാക്കി കൊടുത്ത ഉടുപ്പുകൾ തൻ്റെ കൈ കൊണ്ടുണ്ടാക്കി കൊടുത്തു. അതായത് സർവീസിനും വേണ്ടിയിട്ട് തനിക്കുള്ള സ്കില്ല് അത്രയധികം ഉപയോഗിച്ച ഒരു അമൂല്യ സ്ത്രീരത്നമായിരുന്നു ഈ തബീത. അതുകൊണ്ടാണ് തബീത മരിച്ചപ്പോൾ അത്രയും വലിയ നിലവിളിയും പത്രോസ് പ്രാർത്ഥിച്ചത്, തബീത ഉയർത്തെഴുന്നേറ്റതും ഒക്കെ നമ്മൾ ന്യൂ ടെസ്റ്റ്മെന്റിൽ വായിക്കുന്നുണ്ടല്ലേ. അപ്പം നമ്മൾ മനസ്സിലാക്കുക, ജോലി ബ്ലെസ്സിങ് ആണോ? ബ്ലെസ്സിങ് ആണ്. അത് ദൈവം മനുഷ്യനെ ഏൽപ്പിച്ച കടമയാണ്. അത് നമ്മൾ ചെയ്യാതിരിക്കുന്നത് ദൈവത്തോട് ചെയ്യുന്ന തെറ്റാണെന്ന് മനസ്സിലാക്കുക. ഇപ്പം ഒരു പക്ഷേ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച പോലത്തെ ഒരു ജോലി അല്ല കിട്ടിയെന്ന് വെച്ചു, പക്ഷെ വേദപുസ്തകം നമ്മൾ ഓർപ്പിക്കുന്ന കാര്യമുണ്ട്, അല്പത്തിൽ വിശ്വസ്തനാവുക. നമുക്ക് എന്താ ഇപ്പം കിട്ടിയേക്കുന്നത് അതിൽ നമ്മുടെ ബെസ്റ്റ് കാണിക്കുക. മറ്റുള്ളവർക്ക് ഞാനൊരു ഭാരമാകില്ല എന്ന് തീരുമാനിക്കുക. നമ്മളെ സ്വയം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചുറ്റുമുള്ളവർക്കൊരു അനുഗ്രഹം, ചുറ്റുമുള്ള മറ്റുള്ളവർക്കൊരു സപ്പോർട്ടാവുക. അപ്പം വളരെ വിവേകത്തോടു കൂടി ദൈവരാജ്യത്തിന് വേണ്ടിയിട്ട് നന്നായി ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് നമ്മളെ ദൈവം സഹായിക്കട്ടെ. അതുപോലെ നമ്മളുടെ പ്രവൃത്തികളിലൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ദൈവം സഹായിക്കട്ടെ. ഓക്കെ, ഈ വചനങ്ങൾ ഞാനിവിടെ പറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ ജോലി ഇപ്പോൾ ഇല്ലാത്തവർക്ക് വേണ്ടിയോടും കൂടെ പറയട്ടെ. നിങ്ങൾ ഒട്ടും മടുത്തു പോകരുത്. നമുക്ക് എവിടെയെങ്കിലും നമ്മൾക്കൊരു ഇൻകം ഉണ്ടാക്കാനുള്ള സോഴ്സ് ദൈവം കണ്ടെത്താനുള്ള വഴി കണ്ടെത്തും. നമ്മളത് അന്വേഷിക്കുക, കണ്ടെത്തുക. ദൈവം ഓരോരുത്തരെയും അങ്ങനെ പ്രാപ്തരാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.